ഞാനിതിലിപ്പം ഇപ്പം 88 ദിവസമായി ബിഗ് ബോസ്. ഇപ്പൊ എല്ലാരും പറയുന്നുണ്ടാവും ഞാൻ പിയാറിന്റെ ബലത്തിലായിരിക്കും, ഞാൻ ഇതൊന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. ബിഗ് ബോസിന് എപ്പോഴെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പൊ കൺഫെഷൻ റൂമിൽ നടന്ന ഒരു കോൺടാക്സ്റ്റ് ആണ് ഞാൻ കാണിച്ചത്. അതിനു മുമ്പ് അവിടെ ഇപ്പൊ നടക്കുന്ന 2 ദിവസമായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്, 2 ദിവസമായിട്ടല്ല 88 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം തന്നെ. ആ സമയത്ത് അനുവിന് കുറച്ചെങ്കിലും ആശ്രയിക്കാൻ ആദില നൂറ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അനുമോള് വാ തുറന്ന അവിടെ കുറ്റമാണ്, മിണ്ടാതിരുന്ന അത് അതിനേക്കാളും കുറ്റമാണ്. ഒറ്റയ്ക്ക് പോയിരിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പോയിരുന്ന അത് നാടകമാണ്, അത് ക്യാമറയ്ക്ക് വേണ്ടി ചെയ്യുന്ന അതും കുറ്റമാണ്. എന്നാൽ പിന്നെ വെസൽസ് പോയി കഴുകാന്ന് വിചാരിച്ചാലോ അത് അതിനേക്കാളും കുറ്റം, കഴുകാതിരുന്നു കഴിഞ്ഞാലോ അത് അതിനേക്കാളും ഗംഭീര കുറ്റം. എന്നാൽ ആരോടെങ്കിലും ഒന്ന് മിണ്ടാന്ന് വിചാരിച്ചാൽ അനീഷിനോട് പോയി മിണ്ടാന്ന് വിചാരിച്ചാലോ അത് അതിനേക്കാൾ വലിയൊരു കുറ്റം. അവിടെ ലവ് ട്രാക്ക്, മറ്റേ ട്രാക്ക്, മറിച്ച ട്രാക്ക്. പിന്നെ എന്താണ് ആ കുട്ടി അവിടെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആറ്റം ബോംബുണ്ടാക്കുക, അവിടെ പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കുക, അവിടെ അവർക്കൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് ആർക്കും എവിടെ പോയി വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് പാരഡി ഗാനം ഉണ്ടാക്കാം, ഒറ്റയ്ക്ക് ക്യാമറയിൽ നോക്കി പറയാം. ആദിലേക്ക് നൂറയ്ക്ക് ഒറ്റയ്ക്ക് പോയിരുന്ന് സംസാരിച്ചിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം അലക്കി വെളുപ്പിക്കാം, ഇൻഡയറക്റ്റായിട്ട് വോട്ട് അഭ്യർത്ഥിക്കാം, ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് പറയാം. ഈ പരിപാടികളെല്ലാം ചെയ്യാം. പക്ഷെ ഇത് അനു ചെയ്തു കഴിഞ്ഞാൽ, അനു ചെയ്താലും കുറ്റം, ചെയ്തില്ലെങ്കിലും കുറ്റം. ചെയ്തു കഴിഞ്ഞാൽ PR-ന് വേണ്ടി ചെയ്തില്ലെങ്കിൽ ഒറ്റപ്പെടൽ നാടകം കളിക്കുന്നത്. ഇനി എന്താണ് ഒരു മനുഷ്യൻ അവിടെ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇതാണ് അനുവിന്റെ അവിടുത്തെ സിറ്റുവേഷൻ. ആർക്കെങ്കിലും ഇങ്ങനെ ഇത്രയും ഫ്രസ്ട്രേഷനോടുകൂടി അല്ലെങ്കിൽ ഇത്രയും ഒറ്റപ്പെട്ട് ഇത്രയും വിഷമത്തോടുകൂടി ഇങ്ങനെ ഒരു വീട്ടിനകത്ത് എല്ലാവരുടെയും ഒഴിവാക്കപ്പെട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് അറിയാൻ വയ്യട്ടോ. എത്രത്തോളം പ്രാക്ടിക്കലി പോസിബിൾ ആവുമെന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. രാവിലെ മുതൽ അത് പ്രശ്നമായിരുന്നു. രാവിലെ നമ്മുടെ അനീഷ് കോംപ്രമൈസ് ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് ആദിലയും നൂറയും. അപ്പോഴും നൂറ വന്നിട്ട് പറയുന്നത് ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് അനുവിന് PR വർക്കുണ്ട്. PR വർക്കാണ് മാറ്റർ. കൺഫെഷൻ റൂമിൽ പോയി അനു പറഞ്ഞ ആ ഡയലോഗില്ലേ, അതും PR വർക്കിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്. സോ PR വർക്കാണ്. ഇവരൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കാലം കൂടെ നിന്നവരാണ്, ഇത്രയും നാൾ കൂടെ നിന്ന് ബാക്കിയുള്ളവരെല്ലാവരും PR എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു കാര്യത്തിന് അനുമോൾ ഇവരാരെയും ഒറ്റിക്കൊടുത്തിട്ടില്ല. എപ്പോഴും ഫുൾ ടൈം ഇവരെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ളതാണ്. ഓരോ വീക്കെൻഡ് വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പം ഈ ആദിലയും നൂറയും അനുമോൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് നിന്നിട്ടുള്ളത്. എന്നിട്ട് പോലും ഒരു പിണക്കവും വെക്കാതെ പിറ്റേ ദിവസം തൊട്ട് അവരുമായിട്ട് കളിച്ച് തിരിച്ച് നടക്കുന്ന ആളാണ് അനുമോൾ എന്ന് പറയുന്നത്. ഇവരാണ് അനുമോളിനെ പറ്റി ബാക്ക് വെയിറ്റിംഗ് ചെയ്യുന്നത്. ഒരു തവണ പോലും ഒരാളുടെ പോലും ആദിലയും നൂറയെ പറ്റി ഒരു തരത്തിലുള്ള ഒരു കുറ്റവും അനുമോൾ ബാക്ക് വെയിറ്റിംഗ് നടത്തിയിട്ടേ ഇല്ല. എന്നിട്ടാണ് ഇവരിപ്പം ലാസ്റ്റ് ഘട്ടമായപ്പം 2 ആഴ്ചക്ക് തൊട്ട് മുമ്പിൽ നിൽക്കുമ്പം ഇത് അവരുടെ കൃത്യമായ ഗെയിം പ്ലാൻ ആണ് അനുവിന് ഈ PR വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് നെഗറ്റീവ് ആക്കി ചിത്രീകരിക്കാൻ പറയുന്നത്. ഇതിനു മുമ്പ് എല്ലാവരും പറഞ്ഞ പോലെ അവിടെ ആർക്കാണ് PR വർക്ക് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അനുവിന് മാത്രം എന്തിനാണ് ഈ PR വർക്ക് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോള് അവിടെ PR വർക്ക് ഇല്ലാതെയാണോ നിൽക്കാൻ അർഹ എന്നുള്ളത് അനുമോള് നേരെ പോയി ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് അപ്പം കൊടുക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് ഈ 88 ദിവസം പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ എത്ര PR വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ അനുമോളെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് അനുമോൾക്ക് ഒരു കോൺഫിഡൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് എപ്പിസോഡ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. എന്തുകൊണ്ട് എപ്പിസോഡ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു? എല്ലാ റിവ്യൂസും പറയുന്നുണ്ടായിരുന്നു ഇന്ന് കണ്ടന്റ് ഇല്ല, ഇന്ന് റിവ്യൂസ് ഇല്ല. കാരണം എന്താ? അനുമോൾ അവിടെ സൈലന്റ് ആയിട്ടായിരിക്കുന്നത്. അനുമോൾ അവിടെ സൈലന്റ് ആയിട്ടിരുന്ന ഉറക്കമായിരിക്കും, അല്ലെങ്കിൽ എപ്പിസോഡിൽ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും ഇല്ലായിരിക്കും. ബിഗ് ബോസിന്റെ ഊപ്പാട് വരും അവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനം ഗത്യന്തം ഇല്ലാതെയാണ് അനുമോളിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ബൂസ്റ്റ് ചെയ്ത് ബിഗ് ബോസ് വെളിയിലേക്ക് വിട്ടത്. കാരണം അവർക്ക് കണ്ടന്റ് വേണമല്ലോ സ്വാഭാവികമായിട്ടും. പിന്നെ ഇന്ന് നമ്മൾ നടന്ന ടാസ്കിൽ 3.5 ലക്ഷം രൂപ നൂറയ്ക്ക് കിട്ടി. ഇനി പ്രൈസ് മണിയിൽ ബാക്കിയുള്ളത് 45 ലക്ഷം രൂപയാണ് ബാക്കിയുള്ളത്. 45,25,000 രൂപയാണ് നിലവിൽ ബാക്കിയുള്ളത്. ആർക്ക്? 1ാം സ്ഥാനത്ത് എത്തുന്ന കണ്ടസ്റ്റന്റിന് കിട്ടുന്നത് 45,25,000 രൂപയ്ക്ക്. ഇനി നാളെ അറിയത്തില്ല, നാളെ മിക്കവാറും ടാസ്ക് ഉണ്ടെങ്കിൽ വീണ്ടും പൈസ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിനിടയിൽ പുതിയ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അക്ബർ, നൂറ, ആദിലയുടെ ഒരു പുതിയ ഗ്രൂപ്പ് ഫോം ചെയ്ത് അവരവിടെ ഇരുന്ന് നമ്മുടെ അനുമോളെ കുറ്റം പറയാന്നുള്ള ഹോബിയാണ് ഇവർ ഏറ്റെടുത്തേക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അക്ബറിന്റെ കുറെ പൊറോട്ട നാടകവും അതോടൊപ്പം തന്നെ കുറെ കച്ചറ പാരഡി ഗാനവും ഉണ്ട്. അനുമോള് വിളിക്കുന്ന പേരാണ് ആറ്റം ബോംബാണ്. എന്തൊക്കെ വൃത്തിയാണ് അവൻ വിളിച്ചു പറയുന്നത്. ഇവനാരെന്നാണ് അവന്റെ വിചാരം? ഇവനാണ് അവിടുത്തെ കുത്തിത്തിരിപ്പ് മൊത്തം ഉണ്ടാക്കി എല്ലായിടവും പോയി ഏഷണി ഉണ്ടാക്കി ഓരോ ആൾക്കാരെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ് അക്ബർ എന്ന് പറയുന്നത്. അവിടെ പാത്രം കഴുകുന്നതിന്റെ ഇടയിലും പോയി വീണ്ടും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ലാസ്റ്റ് നിമിഷവും നോക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അല്ലാതെ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അനുമോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ എപ്പിസോഡ് ഉറങ്ങിയിരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ലൈവൊന്നും ആർക്കും കാണാൻ പറ്റത്തില്ല. കാരണം ലൈവൊക്കെ ഇങ്ങനെ ശോകമായിട്ടിരുന്ന് ഉറങ്ങിയിരിക്കേണ്ട അവസ്ഥയായിരുന്നു.
എനിവേസ് എന്തായാലും നാളെ അനുമോള് കുറച്ചും കൂടി ആക്റ്റീവ് ആകട്ടെ. ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അനീഷ് പുറകെ ഒരുപാട് നടക്കുന്നുണ്ട് കേട്ടോ. അനീഷിൻ്റെ മാക്സിമം അനീഷ് ട്രൈ ചെയ്യുന്നുണ്ട് അനുമോളെ ഫുൾ സപ്പോർട്ട് ചെയ്യാനും അനീഷിൻ്റെ വാക്കുകൾക്ക് കാത് കൊടുക്കാനും എല്ലാം അനീഷ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നു. ഈവൻ ഫുഡ് എടുത്ത് കൊടുക്കാനും ഓരോന്നിനും ഫുൾ ടൈം പുറകെ നടന്ന് നല്ല രീതിയിൽ കെയറിങ് അനീഷ് കൊടുക്കുന്നുണ്ട്. അതെടുത്ത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസങ്ങളിൽ നടന്നത്. സോ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.